we are going to discuss some applications of dimensional analysis. ഈ അനാലിസിസ് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഒരു വളരെ ചെറിയ കാൽക്കുലേഷനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീനിലേക്ക് നോക്കി, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 40 മീറ്റർ പ്ലസ് 30 മീറ്റർ ഈക്വൽസ് വാട്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? 40 മീറ്ററും 30 മീറ്ററും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഒരു സംശയമില്ല, ദി ആൻസർ ഈസ് 70 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞേ 40 കിലോഗ്രാം പ്ലസ് 30 സെക്കൻഡ് ഈക്വൽസ് പറയും. എന്താ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. 14 30 കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ്. ഡിഫറെന്റ് യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആണെന്നല്ലേ? ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മാറ്റി ഞാൻ പറയുന്നു, ഈ ക്വാണ്ടിറ്റീസിന് ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്. അപ്പൊ ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം എന്നാണ്, ശരിയല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി നോക്കി. 250 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 10 ആംപിയർ ഈക്വൽസ്. ഇത് പറ്റുമോ? ഇതൊരു പോസിബിൾ കാൽക്കുലേഷൻ ആണോ? അല്ല, ഇതുമല്ല. കാര്യം എന്താ? ആദ്യത്തെ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിൽ നിന്നും ഞാൻ ഇവിടെ മൈനസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറന്റ് ആണ്. അങ്ങനെ ഒരു സബ്ട്രാക്ഷൻ പോസിബിൾ അല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നും മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ബോത്ത് ക്വാണ്ടിറ്റീസ് ഷുഡ് ബി ഓഫ് ദ സെയിം ഡയമെൻഷൻസ്, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മാസിനോടൊപ്പം ആഡ് ചെയ്യാവുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അത് മാസാണ്. അങ്ങനെ രണ്ട് മാസുകൾ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും മാസ് തന്നെയായിരിക്കും. ടെമ്പറേച്ചറിൽ നിന്നും മൈനസ് ചെയ്യാവുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അത് ടെമ്പറേച്ചർ ആണ്. ഒരു ടെമ്പറേച്ചറിൽ നിന്നും മറ്റൊരു ടെമ്പറേച്ചർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഒരു ടെമ്പറേച്ചർ തന്നെയായിരിക്കും. ഇത് ഫിസിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. സോ വി കൻ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആസ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് may be added together or subtracted from one another only if they have the same dimensions. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ആ രണ്ട് ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞ ഈ പ്രിൻസിപ്പിളിന്റെ മീനിങ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിലോ മൈനസ് ചെയ്യണമെങ്കിലോ രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലോ? മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സെയിം ഡയമെൻഷൻസ് ആവണോ? സ്ക്രീനിൽ കാണുന്ന ഇക്വേഷനിലേക്ക് നോക്കി. F equals ma. വളരെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. യു ആർ മൾട്ടിപ്ലൈങ് മാസ് വിത്ത് ആക്സലറേഷൻ ആൻഡ് യു ആർ ഗെറ്റിംഗ് എ ഫോഴ്സ്. അപ്പോൾ മാസ് എന്ന ക്വാണ്ടിറ്റിയെ മറ്റൊരു ഡയമെൻഷൻസ് ഉള്ള ആക്സലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് മാസിന്റെ ഡയമെൻഷനുമല്ല, ആക്സലറേഷന്റെ ഡയമെൻഷനുമല്ല, എനിക്ക് മൂന്നാമതൊരു ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്, ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ ഇക്വേഷനിൽ നിന്ന് കറന്റ് ആൻസർ ഉണ്ട്. നോക്കൂ, മൈനസ് ചെയ്യാവുന്ന ഒരേ ഒരു ആംപിയർ ഈക്വൽസ്. ഇത് പറ്റുമോ? കാര്യം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞേ ഗോയിങ് ടു ഡിസ്കസ് സം ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഈ അനാലിസിസ് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഒരു വളരെ ചെറിയ കാൽക്കുലേഷനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീനിലേക്ക് നോക്കി, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 40 മീറ്റർ പ്ലസ് 30 മീറ്റർ ഈക്വൽസ് വാട്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? 40 മീറ്ററും 30 മീറ്ററും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഒരു സംശയമില്ല, ദി ആൻസർ ഈസ് 70 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞേ 40 കിലോഗ്രാം പ്ലസ് 30 സെക്കൻഡ് ഈക്വൽസ് പറയും. എന്താ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. 14 30 കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ്. ഡിഫറെന്റ് യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആണെന്നല്ലേ? ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മാറ്റി ഞാൻ പറയുന്നു, ഈ ക്വാണ്ടിറ്റീസിന് ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്. അപ്പൊ ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം എന്നാണ്, ശരിയല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി നോക്കി. 250 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 10 ആംപിയർ ഈക്വൽസ്. ഇത് പറ്റുമോ? ഇതൊരു പോസിബിൾ കാൽക്കുലേഷൻ ആണോ? അല്ല, ഇതുമല്ല. കാര്യം എന്താ? ആദ്യത്തെ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിൽ നിന്നും ഞാൻ ഇവിടെ മൈനസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറന്റ് ആണ്. അങ്ങനെ ഒരു സബ്ട്രാക്ഷൻ പോസിബിൾ അല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നും മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ബോത്ത് ക്വാണ്ടിറ്റീസ് ഷുഡ് ബി ഓഫ് ദ സെയിം ഡയമെൻഷൻസ്, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മാസിനോടൊപ്പം ആഡ് ചെയ്യാവുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അത് മാസാണ്. അങ്ങനെ രണ്ട് മാസുകൾ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും മാസ് തന്നെയായിരിക്കും. ടെമ്പറേച്ചറിൽ നിന്നും മൈനസ് ചെയ്യാവുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അത് ടെമ്പറേച്ചർ ആണ്. ഒരു ടെമ്പറേച്ചറിൽ നിന്നും മറ്റൊരു ടെമ്പറേച്ചർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഒരു ടെമ്പറേച്ചർ തന്നെയായിരിക്കും. ഇത് ഫിസിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. സോ വി കൻ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആസ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് may be added together or subtracted from one another only if they have the same dimensions. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ആ രണ്ട് ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞ ഈ പ്രിൻസിപ്പിളിന്റെ മീനിങ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിലോ മൈനസ് ചെയ്യണമെങ്കിലോ രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലോ? മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സെയിം ഡയമെൻഷൻസ് ആവണോ? സ്ക്രീനിൽ കാണുന്ന ഇക്വേഷനിലേക്ക് നോക്കി.
ഈക്വൽസ് എം എ വളരെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. യു ആർ മൾട്ടിപ്ലൈങ് മാസ് വിത്ത് ആക്സലറേഷൻ ആൻഡ് യു ആർ ഗെറ്റിംഗ് എ ഫോഴ്സ്. അപ്പോൾ മാസ് എന്ന ക്വാണ്ടിറ്റിയെ മറ്റൊരു ഡയമെൻഷൻസ് ഉള്ള ആക്സലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് മാസിന്റെ ഡയമെൻഷനുമല്ല ആക്സലറേഷന്റെ ഡയമെൻഷനുമല്ല, എനിക്ക് മൂന്നാമതൊരു ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്, ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഉണ്ട്. നോക്കൂ, ഡെൻസിറ്റി റോ ഈക്വൽസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടിനും രണ്ട് ഡയമെൻഷൻസ് ആണ്. റിസൾട്ടിംഗ് ക്വാണ്ടിറ്റി ഡെൻസിറ്റി ആണ്, അതിന് വേറെ ഡയമെൻഷൻ ആണ്. അപ്പോൾ ഡിഫറന്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റും. നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. ക്വസ്റ്റൻ എഴുതുക എല്ലാവരും. Velocity v of an object is related to time t by the equation v equals at square plus bt plus c. Find the dimensions of the constants a, b and c. എഴുതില്ലേ? എല്ലാവരും എഴുതില്ലേ ക്വസ്റ്റ്യൻ? ആ ഇക്വേഷൻ നോക്ക്. v equals at square plus bt plus c. ഒരു ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. b stands for velocity and t represents time. a, b and c are three constants. നമ്മുടെ ക്വസ്റ്റൻ എന്താ? വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് a, b and c? ഈ മൂന്ന് ക്വാണ്ടിറ്റീസിന്റെ a, b, c എന്ന് പറയുന്ന മൂന്ന് കോൺസ്റ്റന്റ്സിന്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റൻ. ആ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ഒന്ന് നന്നായി നോക്കി. at square plus bt plus c. That means you are adding three quantities. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ കണ്ടു മൂന്ന് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ആ മൂന്ന് ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. That means at square, bt, c ഈ മൂന്ന് ടേമിന്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. മാത്രമല്ല ഈ മൂന്ന് ടേമും കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് വെലോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഓരോ ടേമും at സ്ക്വയർ എന്ന് പറയുന്ന ടേം, bt എന്ന ടേം, c എന്ന ടേം, ഈ മൂന്ന് ടേമും വെലോസിറ്റി തന്നെയായിരിക്കണം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണ്. മൂന്ന് വെലോസിറ്റീസ് ആഡ് ചെയ്തപ്പോഴാണ് എനിക്കൊരു വെലോസിറ്റി കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കൂടെ? ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് at സ്ക്വയർ. ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് a എന്ന് പറയുന്ന ടേമിന്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കോൺസ്റ്റന്റ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ v വെലോസിറ്റി ആണ്. ആൻഡ് യു നോ ദ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി ഈസ് L t raised to -1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ L t raised to -1 ഈക്വൽസ്, എഴുതും, ഞാൻ പറയുന്നതോടൊപ്പം എഴുതും, ഡയമെൻഷൻസ് ഓഫ് a ഇൻടു ഡയമെൻഷൻസ് ഓഫ് t സ്ക്വയർ. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. ഈ കിട്ടിയ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. സോ ഡയമെൻഷൻസ് ഓഫ് a ഈക്വൽസ് L t raised to -1 ഡിവൈഡഡ് ബൈ t സ്ക്വയർ. കിട്ടിയില്ലേ? എല്ലാവർക്കും ആയില്ലേ? ആ ഡിനോമിനേറ്ററിലെ t സ്ക്വയറിനെയും കൂടി അങ്ങ് ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതുക. സോ ഇറ്റ് ബിക്കംസ് ഡയമെൻഷൻസ് ഓഫ് a ഈക്വൽസ് L t raised to -1 ഇൻടു t raised to -2. t സ്ക്വയറിനെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയിട്ട് t raised to -2 എന്ന് എഴുതിയിരിക്കുന്നു. സിംപ്ലിഫൈ ചെയ്യൂ. യു വിൽ ഗെറ്റ് L t raised to -3. സോ ദാറ്റ് ഇസ് ആൻസർ. ഡയമെൻഷൻസ് ഓഫ് a ഈക്വൽസ് L t raised to -3. ഇതേ പ്രൊസീജിയർ നമുക്ക് b യുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. നമുക്കറിയാം bt എന്ന് പറയുന്ന ടേമിന്റെ ഡയമെൻഷൻസ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണ്. സോ വി ഹാവ് ഡയമെൻഷൻസ് ഓഫ് v ഈക്വൽസ് ഡയമെൻഷൻസ് ഓഫ് bt. നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്തതുപോലെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കൂ. ചെയ്തോളൂ. ഇതിലേക്ക് ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, സോ L t raised to -1 വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണത്, ഈക്വൽസ് ഡയമെൻഷൻസ് ഓഫ് b ഇൻടു t. സിംപ്ലിഫൈ ചെയ്തിട്ട് b യുടെ ഡയമെൻഷൻസ് എടുക്കും. ഡയമെൻഷൻസ് ഓഫ് b ഈക്വൽസ് L t raised to -1 ഡിവൈഡഡ് ബൈ t. ഇത് സിംപ്ലിഫൈ ചെയ്യൂ. You will get dimensions of b equals L t raised to -2. ക്വസ്റ്റൻ ഒരു പാർട്ട് കൂടി ഉണ്ട്. ഇപ്പോൾ ചെയ്തതിനേക്കാളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ഡയമെൻഷൻസ് ഓഫ് c ആണ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. ഡയമെൻഷൻസ് ഓഫ് c ഈസ് ഡയമെൻഷൻസ് ഓഫ് v. സോ ദ ആൻസർ ഈസ് ഡയമെൻഷൻസ് ഓഫ് c ഈക്വൽസ് L t raised to -1. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസിന്റെ ഒരു സിമ്പിൾ ഇലുസ്ട്രേഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇനി തരുന്ന ക്വസ്റ്റൻ കൂടി ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുന്നില്ല. ആദ്യം നിങ്ങൾ ക്വസ്റ്റൻ എഴുതും. ഇൻ ദ ഇക്വേഷൻ p plus a by v square into v minus b equals rt. Find the dimensions of the constant a. ഇതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഇക്വേഷൻ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. pv ഈക്വൽസ് rt എന്ന ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, നമുക്ക് ഇക്വേഷന്റെ ഡീറ്റെയിൽസ് വേണ്ട. നിങ്ങൾക്ക് അറിയേണ്ടത് ഇൻ ദിസ് ഇക്വേഷൻ p സ്റ്റാൻഡ്സ് ഫോർ പ്രഷർ, v വോളിയം, a and b are two constants. എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? R is universal gas constant, T is absolute temperature. ഈ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് a യുടെ ഡയമെൻഷൻസ് കാണാൻ പറയുമ്പോൾ ആദ്യം നമുക്കൊരു പേടി തോന്നാം. നമുക്ക് പരിചയമില്ലാതെ നമ്മുടെ ഡയമെൻഷൻസ് അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത ടേംസ് ആണ് അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആറും ടിയും ഒക്കെ. പക്ഷെ നിങ്ങൾ ഈ ടേം ഒന്ന് നോക്കി, v മൈനസ് b. നമുക്കറിയാം v വോളിയമാണ്. ആ വോളിയത്തിൽ നിന്നാണ് ഞാൻ b എന്ന് പറയുന്ന ടേം മൈനസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും b എന്ന ടേം വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്യണമെങ്കിൽ b യുടെ ഡയമെൻഷൻസ് വോളിയത്തിന്റെ ഡയമെൻഷൻസ് തന്നെ ആയിരിക്കട്ടെ.
ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. ഡയമെൻഷൻസ് ഓഫ് ബി ഈസ് യെസ്, അത്രേ ഉള്ളൂ, എൽ ക്യൂബ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ബിയുടെ ഡയമെൻഷൻ അല്ല, പകരം എയുടെ ഡയമെൻഷൻ. ആ എയുടെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ ടേം ഇമാജിൻ ചെയ്യും, പി പ്ലസ് എ ബൈ വി സ്ക്വയർ. ഞാൻ ഇനി ഡീറ്റെയിൽസ് പറയുന്നില്ല. നിങ്ങൾ ബിയുടെ എങ്ങനെയാണോ നമ്മളിപ്പോൾ എൽ ക്യൂബ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്, അതേ മെത്തേഡിൽ എയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. കൺസിഡർ ചെയ്യുന്ന ടേം ഇതാണ്, പി പ്ലസ് എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇതിനൊരു ഹോബർട്ട് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കും. ഈ ഡയമെൻഷണൽ അനാലിസിസിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻസ് എന്നതാണ്. എന്താണെന്ന് നോക്കാം നമുക്ക് അതിനെ. അതിനെ ഒരു ക്വസ്റ്റൻ ആക്കി ചെയ്തു. ചെക്ക് വെദർ ദ ഇക്വേഷൻ എക്സ് ഈക്വൽസ് b0t പ്ലസ് ഹാഫ് at സ്ക്വയർ ഈസ് ഡയമെൻഷണലി കറക്റ്റ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഇക്വേഷൻ വെച്ചാണ്. എക്സ് ഈക്വൽ ടു b0t പ്ലസ് ഹാഫ് at സ്ക്വയർ, എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. പക്ഷേ നിങ്ങൾ ഇക്വേഷൻ എഴുതിയപ്പോൾ എക്സ് ഈക്വൽ ടു b0t പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണോ, ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഈ ഇക്വേഷൻ നോക്കി, ഹൗ മെനി ടേംസ് ആർ ദേർ ഇൻ ദ ഇക്വേഷൻ? യെസ്, ദേർ ആർ 3 terms. ഫസ്റ്റ് ടേം ഈസ് എക്സ്, സെക്കൻഡ് ടേം ഈസ് b0t ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹാഫ് at സ്ക്വയർ. റൈറ്റ് സൈഡിലേക്ക് നോക്കി, 2 ടേംസ് നമ്മൾ ആഡ് ചെയ്തേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ആ 2 ടേമിനും ഒരേ ഡയമെൻഷൻസ് ആവണമല്ലോ. അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് എക്സ് കിട്ടി. അപ്പോൾ ഈ 2 ടേമിന്റെയും ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ 3 ടേമിന്റെയും ഡയമെൻഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഒന്ന് തന്നെ വന്നാൽ നമുക്ക് പറയാം ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നോടൊപ്പം നിങ്ങളോട് ചെയ്യണം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഇക്വേഷനിലെ ആദ്യത്തെ ടേമായ എക്സിന്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. What is dimensions of x? അത് ചോദിച്ചോട്ടെ, what is x? x ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡയമെൻഷൻസ് ഓഫ് എക്സ് ഈസ് എൽ. സോ ആദ്യത്തെ ടേമിന്റെ ഡയമെൻഷൻ നമുക്ക് എൽ എന്ന് കിട്ടി. നമുക്ക് രണ്ടാമത്തെ ടേം എടുക്കാം. രണ്ടാമത്തെ ടേം എന്താണെന്ന് നോക്കി, b0t. b0tയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് b0? വെലോസിറ്റി ആണ്, t ടൈം ആണ്. അപ്പോൾ b0tയുടെ ഡയമെൻഷൻ വെലോസിറ്റിയുടെ ഡയമെൻഷനും ടൈമിന്റെ ഡയമെൻഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. l t⁻⁻⁻1 into t. t⁻⁻1 ഉം t യും കൂടെ ക്യാൻസൽ ചെയ്യും. ബാക്കി എന്ത് കിട്ടും നോക്കി, ഡയമെൻഷൻസ് ഓഫ് b0t ഈക്വൽസ് എൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേമിന്റെ ഡയമെൻഷൻ എൽ ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ടേമിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് എൽ എന്ന് തന്നെ കിട്ടി. Now let's take the third term. Dimensions of half at square. ഈ ടേമിന് ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഹാഫ്. ആ ഹാഫിന് ഡയമെൻഷൻസ് ഇല്ല, അത് മാറ്റി വെക്കുക. ബാക്കി at സ്ക്വയർ മാത്രം എടുക്കുക. എയുടെയും ടി സ്ക്വയറിന്റെയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ, lt⁻² t സ്ക്വയർ. അതും എന്തായി മാറി നോക്കി, എൽ എന്ന് മാറി. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, ഈ 3 ടേംസിന്റെയും ഡയമെൻഷൻസ് നമുക്ക് എൽ എന്ന് തന്നെ കിട്ടി. സോ വി ക്യാൻ സേ ദിസ് ഇക്വേഷൻ ഇസ് കറക്റ്റ്. പക്ഷേ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഒരാൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതി എന്ന് വിചാരിക്കും, x is equal to b0t plus 1/4 at സ്ക്വയർ. ഇക്വേഷൻ കറക്റ്റ് ആണോ? അല്ല, നമുക്കറിയാം ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല. 1/4 അല്ല, അവിടെ 1/2 എന്നാണ് വരേണ്ടത്. പക്ഷേ ഡയമെൻഷൻസ് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്താലോ, ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് ആൻസർ വരും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കറക്റ്റ്നെസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇക്വേഷന്റെ കംപ്ലീറ്റ് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ഈ മെത്തേഡിന് പറ്റില്ല. ഈ മെത്തേഡിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്വസ്റ്റൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റൻ ചെയ്തു, ചെക്ക് ദി dimensional consistency of the equation t equals 2 pi in the root of L by g, where t is the time period of a pendulum of length L and g is acceleration due to gravity. Equation of t equals 2 pi into square root of L divided by g. ഇവിടെ നമുക്ക് കുറച്ച് സൗകര്യമുണ്ട്, 2 ടേമേ ഉള്ളൂ. ഒരു ഇക്വേഷന്റെ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഈ 2 സൈഡിന്റെയും ഡയമെൻഷൻസ് സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. സെയിം ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അത് ഇൻകറക്റ്റ് ഇക്വേഷനായി മാറും. ലെഫ്റ്റ് സൈഡിലെ ടേം നോക്കി, ടി ആണ്, ടൈം പീരീഡ് ആണ്. അതിന്റെ ഡയമെൻഷൻസ് എടുക്കാം. സോ ഡയമെൻഷൻസ് ഓഫ് ടി ഈക്വൽസ് ടി. Now to consider the term on the right side. On the right side you have 2 pi in the root of L divided by g. ആദ്യം അവിടെ ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 2 pi. ഈ കോൺസ്റ്റന്റിന് നേരത്തെ നമ്മൾ ഹാഫിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ കോൺസ്റ്റന്റ്സിന് ഡയമെൻഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഈ കോൺസ്റ്റന്റ്സിനെ ഡിറ്റർമിൻ ചെയ്യാനും പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഈ അനാലിസിസിന്റെ ഒരു ഡിഫക്റ്റ് ആണ്. അപ്പോൾ 2 pi എന്ന് പറയുന്ന ടേം മാറ്റൂ, ബാക്കി നമുക്ക് ഡയമെൻഷൻസ് എടുക്കാം. ചെയ്തു നോക്കൂ, നിങ്ങൾ എന്നോടൊപ്പം ചെയ്തു നോക്കൂ. സ്ക്വയർ റൂട്ട് ഓഫ് L divided by g. L എന്നത് ലെങ്ത് ആണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നമുക്ക് ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്ത് സ്ക്വയർ റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ L t⁻². ശരിയല്ലേ? ആ L എന്ന് പറയുന്ന ടേം കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്നത് എന്താ നോക്കി, റൂട്ട് ഓഫ് 1/t⁻². ആ t⁻²നെ ന്യൂമറേറ്ററിലേക്ക് മാറ്റി. സോ എന്താ പറയുന്നത് നോക്കാം, റൂട്ട് ഓഫ് ടി സ്ക്വയർ അല്ലെ. റൂട്ട് ഓഫ് ടി സ്ക്വയർ മീൻസ് t. So dimensions of 2 pi in the root of L by g equals t. Okay. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിന്റെയും ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു, റൈറ്റ് സൈഡിന്റെയും ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ആൻഡ് യു ആർ ഗെറ്റിംഗ് ബോത്ത് ഡയമെൻഷൻസ് ആസ് സെയിം. സോ അവർ റിസൾട്ട് ഈസ് ദ ഇക്വേഷൻ t ഈക്വൽസ് 2 pi in the root of L by g ഈസ് കറക്റ്റ് എന്നല്ല, ഡയമെൻഷണലി കറക്റ്റ്. ആ 2 pi ആണ് അവിടെ പ്രശ്നമായത്.
2πക്ക് പകരം അവിടെ ഡയമെൻഷൻ ഇല്ലാതെ വേറെ ഏത് കോൺസ്റ്റന്റ് വന്നാലും നമുക്ക് പറയാം ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ബട്ട് ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. 2π അല്ലാതെ മറ്റൊരു കോൺസ്റ്റന്റ് വന്നാൽ ഇക്വേഷൻ കറക്റ്റ് അല്ല. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ഇക്വേഷന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഈ ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ടു, ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഫസ്റ്റ് fx ഈക്വൽസ് pv. ഇങ്ങനെ ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്ക് എക്സാമിന് വരുമ്പോഴും ഈ ഇക്വേഷനിലെ ഓരോ ടേമും എന്താണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു തരാം. f is force, x displacement, p pressure and v volume. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിന്റെയും റൈറ്റ് സൈഡിന്റെയും ഡയമെൻഷൻസ് ഡിറ്റർമിൻ ചെയ്യുക. രണ്ട് ഡയമെൻഷൻസും സെയിം ആണെങ്കിൽ ഇക്വേഷൻ വിൽ ബി ഡയമെൻഷനലി കറക്റ്റ്, അതർവൈസ് ഇറ്റ് വിൽ ബി ഇൻകറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. v equals square root of gm divided by r. Here v is a velocity, g universal gravitational constant, m mass and r radius. ഇതെങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക? ലെഫ്റ്റ് സൈഡിന്റെ ഡയമെൻഷൻ നോക്കുക. ലെഫ്റ്റ് സൈഡിലെ ടേം എന്താണെന്ന് നോക്കിയാൽ വെലോസിറ്റി, അതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം lt⁻⁻1. റൈറ്റ് സൈഡിന്റെയും ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ lt⁻⁻1 എന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ ദിസ് ഇക്വേഷൻ വിൽ ബി ഡയമെൻഷനലി കറക്റ്റ്. അങ്ങനെ അല്ല കിട്ടുന്നതെങ്കിൽ ഈ ഇക്വേഷൻ തെറ്റായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, ഇത് കറക്റ്റ് ആണോ അല്ലേ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യും. f equals 2π in the root of k by m. എഴുതിയില്ലേ? In this equation, f represents frequency. ശ്രദ്ധിക്കണം, ഫോഴ്സ് അല്ല. f represents frequency, k force constant, m mass. ഈ ഫ്രീക്വൻസിയുടെയും ഫോഴ്സ് കോൺസ്റ്റന്റിന്റെയും ഒക്കെ ഡയമെൻഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഡയമെൻഷൻസും കൂടി നോക്കിയിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അടുത്ത ഇക്വേഷൻ ചെയ്യാം. h equals v square sin square theta divided by 2g. Here h is maximum height. See, it is a height. V initial velocity. Theta is angle of projection. And g, you know, it is acceleration due to gravity. ഇതും അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യണം. ഞാൻ പ്രസൂൺ. ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയമെൻഷണൽ അനാലിസിസിന്റെ ഒരു യൂസ് ആണ് കണ്ടത് അല്ലേ? ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഡയമെൻഷണൽ കൺസിസ്റ്റൻസിയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുമ്പോൾ ആ ഇക്വേഷൻ ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ഒരു ഇക്വേഷൻ കിട്ടിയാലല്ലേ അത് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ പുതിയതായിട്ട് ഫോം ചെയ്യാൻ പറ്റുമോ നമുക്കിനി? ഡയമെൻഷണൽ അനാലിസിസിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണത് വി ക്യാൻ ഡെഡ്യൂസ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഫോം ചെയ്യാനും നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് ഫോം ചെയ്യാനും പറ്റും, നമുക്ക് ഫോം ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസ് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. ഇത് രണ്ടുമാണ് ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയമെൻഷണൽ അനാലിസിസിൽ എങ്ങനെയാണ് വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യുന്നത് എന്നറിയാൻ നമുക്കൊരു ക്വസ്റ്റിനിലൂടെ അത് ചെയ്യാം. അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ എന്ന് ചെയ്യുന്നത് പോലെ ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് നമുക്ക് ഇതിനെ ഒരുമിച്ച് സോൾവ് ചെയ്യാം. അതിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മെത്തേഡിൽ നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത് എന്ന്. എഴുതും, ക്വസ്റ്റ്യൻ എഴുതും. Derive an expression for the time period of a simple pendulum. Assume that time period depends on length of the pendulum, mass of the bob and acceleration due to gravity. കണ്ടില്ലേ? എഴുതില്ലേ? എന്താ സിമ്പിൾ പെൻഡുലം എന്നറിയോ? നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു സിമ്പിൾ പെൻഡുലമാണ്. ഇതിൽ ഒരു റിജിഡ് സപ്പോർട്ട് ഉണ്ട്. ആ റിജിഡ് സപ്പോർട്ടിൽ നിന്നും വളരെ ലൈറ്റ് ആയ ഒരു സ്പ്രിംഗ് സസ്പെൻഡ് ചെയ്തിരിക്കും. ആ സ്പ്രിംഗിന്റെ ഫ്രീ എൻഡിൽ ഒരു ഹെവി ബോബ് അറ്റാച്ച് ചെയ്തിരിക്കും. ഹെവി എന്ന് പറഞ്ഞാൽ സ്ട്രിംഗിന്റെ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാസം വളരെ കൂടുതലായിരിക്കും ഈ ബോബിൽ. സ്പെറിക്കൽ ആയിരിക്കും യൂഷ്വലി ഷേപ്പ്. അങ്ങനെയുള്ള ഒരു ബോബ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഡിവൈസ് ആണ് ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ്. ഈ പെൻഡുലത്തെ നമുക്ക് ഓസിലേറ്റ് ചെയ്യിക്കാം. കണ്ടിട്ടുണ്ട്, നിങ്ങൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻസ് കണ്ടിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയാം. നമ്മൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വി ഹാവ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണമെങ്കിൽ ഈ ടൈം പീരീഡ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമ്മൾ ഗസ് ചെയ്യണം. അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് അസ്യൂം ദാറ്റ് ദ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ വായിച്ചു നോക്കി എന്തൊക്കെയാണെന്ന് മാസ് ഓഫ് ദ ബോബ് നമുക്ക് അതിന് എം എന്ന് എടുക്കാം ദെൻ ലെങ്ത് ഓഫ് ദ പെൻഡുലം എൽ ഈ ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിന്റെ ഡെഫിനേഷൻ ഒക്കെ നമുക്ക് പിന്നെ നോക്കാം തൽക്കാലം നിങ്ങൾ നോക്കുക അത് ലെങ്ത് ഓഫ് ദ പെൻഡുലം എൽ ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നു ഓക്കെ അതൊരു അസംഷൻ ആണ് എല്ലായ്പ്പോഴും കറക്റ്റ് ആകണമെന്നില്ല അപ്പൊ ഇപ്പോൾ നമ്മുടെ അസംഷൻ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോബ് എം ലെങ്ത് ഓഫ് ദ പെൻഡുലം എൽ ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ ഈ മൂന്ന് ടേം ഉണ്ടാവുമല്ലോ എമ്മും എല്ലും ജിയും അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതുന്നു ടൈം പീരീഡ് ടി ഈക്വൽസ് എം എൽ ജി ഇത് കറക്റ്റ് ആണോ ഇങ്ങനെ എനിക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുമോ ഇല്ലല്ലോ കാര്യം എന്താ നമുക്ക് ആകെ അറിയാവുന്നത് എന്താണ് ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ എമ്മും എല്ലും ജിയും ഉണ്ടാവും മാസിന്റെ കേസിൽ അത് എം എന്ന് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇറ്റ് ക്യാൻ ബി എം സ്ക്വയർ ഓർ ക്യാൻ ബി എം ക്യൂബ് ഇറ്റ് ക്യാൻ ബി റൂട്ട് ഓഫ് എം ഓർ 1/√m 1/m സ്ക്വയർ എന്ന് വേണമെങ്കിലും ആവാം എനിക്കതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ ഐ മോഡിഫൈങ് ദിസ് ഇക്വേഷൻ ടി ഈക്വൽസ് എം റൈസ് ടു എക്സ് എൽ ഇൻറ്റു ജി ഇനി ഇവിടെ എക്സിന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എക്സിന്റെ വാല്യൂ കിട്ടിയാൽ എനിക്ക് എം ആണോ അതോ എം സ്ക്വയർ ആണോ അല്ലെങ്കിൽ റൂട്ട് ഓഫ് എം ആണോ എന്നത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ഇത് എല്ലിനും ആപ്ലിക്കബിൾ അല്ലേ അപ്പൊ എല്ലെന്ന് മാത്രം എഴുതാൻ പറ്റില്ല എല്ലിന് നമുക്ക് ഒരു പവർ കൊടുക്കാം ഇത് ജിക്കും ആപ്ലിക്കബിൾ ആണ് അതുകൊണ്ട് ജിക്കും ഒരു പവർ കൊടുക്കാം സോ എന്റെ ഇക്വേഷൻ ഇങ്ങനെ മാറും ടി ഈക്വൽസ് എം റൈസ് ടു എക്സ് എൽ റൈസ് ടു വൈ ജി റൈസ് ടു ഇസഡ് ഓർക്കുക എക്സും വൈയും ഇസഡും അൺനോൺസ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഈ ഇക്വേഷനിൽ ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഈ ഡയമെൻഷൻസ് വെച്ച് പറ്റില്ല അതുകൊണ്ട് അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് എന്ന് കൂടി നമുക്ക് അസ്യൂം ചെയ്യാം സോ ദി ഫൈനൽ ഇക്വേഷൻ വിൽ ബിക്കം ടി ഈക്വൽസ് കെ ഇൻറ്റു എം റൈസ് ടു എക്സ് എൽ റൈസ് ടു വൈ ജി റൈസ് ടു ഇസഡ് ലെറ്റ്സ് ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1 ഇതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കി നമ്മൾ എന്താ ചെയ്തത് ടൈം പീരീഡ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു അത് മൂന്നും കൂടി വരുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യിച്ചു ആ വേരിയബിൾസിന് പവേഴ്സ് കൊടുത്തു ഡയമെൻഷൻലെസ് ആയ ഒരു കോൺസ്റ്റന്റ് എഴുതി സോ ഇക്വേഷൻ ഇങ്ങനെ മാറി ടി ഈക്വൽസ് കെ ഇൻറ്റു എം റൈസ് ടു എക്സ് എൽ റൈസ് ടു വൈ ജി റൈസ് ടു ഇസഡ് ഓക്കെ ഇനി നിങ്ങളൊന്ന് പറഞ്ഞു ഞാനൊരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നു ആ ക്വാണ്ടിറ്റി പി ആണ് that quantity P depends on A, B and C. Assume. If so, what will be the equation for P? Right, നിങ്ങൾ തന്നെ പറയും. Okay, P equals K into A raised to X, B raised to Y, C raised to Z. Okay, this is that. ഇനി നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഇക്വേഷനിലേക്ക് വരും. T equals K into M raised to X, L raised to Y, G raised to Z. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ X ഉം Y ഉം Z ഉം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു this is the correct equation. ഇത് കറക്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞൂടെ ലെഫ്റ്റ് സൈഡിന്റെ ഡയമെൻഷനും റൈറ്റ് സൈഡിന്റെ ഡയമെൻഷൻസും സെയിം ആയിരിക്കുമെന്ന് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിന്റെയും റൈറ്റ് സൈഡിന്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത് നോക്കുക ടൈം പീരീഡ് ആണ് അതിന്റെ ഡയമെൻഷൻ ടി ആണ് സോ ടി ഈക്വൽസ് കം ടു ദ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വി ഹാവ് ദ ടേം കെ ഹാസ് നോ ഡയമെൻഷൻ അടുത്ത ടേം എന്താണ് നോക്കുക എം റൈസ് ടു എക്സ് മാസ് ആണല്ലോ സോ ഞാൻ അതിന്റെ ഡയമെൻഷൻ എഴുതുന്നു ക്യാപിറ്റൽ എം റൈസ് ടു എക്സ് അടുത്ത ടേമോ എൽ റൈസ് ടു വൈ ഓക്കെ തേർഡ് ടേമിലേക്ക് വരും ജി അത് ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എൽ ടി റൈസ് ടു -2 സോ ഇവിടെ എന്തായി മാറുന്നത് എൽ ടി റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു ഇസഡ് നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ടി എനിക്ക് എം റൈസ് ടു 0 എൽ റൈസ് ടു 0 ടി റൈസ് ടു 1 എന്നെഴുതാലോ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ എം റൈസ് ടു എക്സ് എല്ലിന്റെ രണ്ട് ടേംസ് ഇല്ലേ നോക്ക് എൽ റൈസ് ടു വൈയും എൽ റൈസ് ടു ഇസഡ് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് എഴുതി എൽ റൈസ് ടു വൈ പ്ലസ് ഇസഡ് ടി നോക്കൂ ടി റൈസ് ടു -2z ഓക്കെ ചെയ്തു എല്ലാവർക്കും ആയി ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ എമ്മിന്റെ പവേഴ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ എമ്മിന്റെ പവർ നോക്കി ഇറ്റ് ഈസ് 0 ദ പവർ ഓഫ് എം ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് എക്സ് സോ ഇക്വേറ്റ് ബോത്ത് യു വിൽ ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇനി എല്ലിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യും രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലെ എല്ലിന്റെ പവർ നോക്കുക y പ്ലസ് ഇസഡ് ഈക്വൽസ് ലെഫ്റ്റ് സൈഡിലെ എല്ലിന്റെ പവർ നോക്കി 0 സോ y പ്ലസ് ഇസഡ് ഈക്വൽസ് 0 ഓക്കെ ആ ഇക്വേഷൻ ഇരിക്കട്ടെ ടിയുടെ പവേഴ്സ് നോക്കുക റൈറ്റ് സൈഡിൽ വാട്ട് ഇസ് ദ പവർ -2z equal to left side power നോക്കൂ 1 so the equation is -2z equals 1 so what is z -1/2 ഇനി y plus z equal to 0 എന്ന ഇക്വേഷനിലേക്ക് വന്നേ y plus z is equal to 0 so y equals -z z ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി -half so y equals half ഓക്കെ ഇപ്പോൾ മൂന്നിന്റെ വാല്യൂസ് ആയില്ലേ x equal to 0 y equal to half z is equal to -half ഇനി നമ്മൾ ആദ്യം ഫോം ചെയ്ത വെച്ച ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മൾ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്ത ഇക്വേഷൻ ആ ഇക്വേഷൻ ആണ് ഇത് ആ ഇക്വേഷനിലേക്ക് നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ചെയ്തു നോക്കൂ നിങ്ങൾ t equals k into m rise to 0 because x is equal to 0. Then L rise to 1/2, y equal to 1/2. Then g rise to -1/2. m rise to 0 എന്ന് പറഞ്ഞാൽ എന്താ m rise to 0 എന്ന് പറഞ്ഞാൽ 1 ആണ് സോ ഈ ഇക്വേഷനിൽ നിന്നും m വാനിഷ് ചെയ്യും അതിന്റെ മീനിങ് എന്താ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോബ് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതോ ആദ്യം പിന്നെ നമ്മൾ എങ്ങനെ എടുത്തത് അതാണ് ഞാൻ അവിടെ പറഞ്ഞത് അത് നമ്മുടെ ഒരു അസംഷൻ ആണ് അത് കറക്റ്റ് ആവണം എന്നില്ല ഫൈനലി നോക്കി നമ്മുടെ തെറ്റായ അസംഷൻ ഇതിനകത്ത് നിന്ന് റൂൾ ഔട്ട് ചെയ്ത് പോയി അടുത്ത നോക്കൂ എൽ റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് റൂട്ട് ഓഫ് എൽ ജി റൈസ് ടു -half ജി റൈസ് ടു -half മീൻസ് 1/√of g
ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക്. സോ ദ ഇക്വേഷൻ ബിക്കംസ് t ഈക്വൽസ് k ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജി. ശരി, എല്ലാം ചെയ്തോടൊപ്പം. ഇനി കെക്ക് ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം കെ ഡയമെൻഷൻലെസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെരിമെന്റലി യു ക്യാൻ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് കെ ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി 2π. അത് നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. t ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ജി എന്ന് സ്റ്റോപ്പ് ചെയ്യാം. അല്ല, കെയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു പുട്ട് ദ വാല്യൂ ഓൾസോ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് t ഈക്വൽസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, എല്ലാവരും നോക്കി എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൂടെ നോക്കൂ. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ഡെറൈവ് ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഓബ്ജക്ട്. നമുക്കറിയാം ഈ മെത്തേഡിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യണം കൈനറ്റിക് എനർജി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്ട്സിന്റെ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഡിപെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് മാസ് ഓഫ് ദി ഓബ്ജക്ട്, നമുക്ക് അതിനെ m എന്ന് എടുക്കാം. രണ്ടാമത്തേത് അതെ വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്ട് v. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കേസിൽ നമ്മൾ കണ്ടതുപോലെ കൈനറ്റിക് എനർജിക്ക് നമുക്ക് ഇക്വേഷൻ എഴുതാലോ. നിങ്ങൾ തന്നെ എഴുതി നോക്കൂ. കൈനറ്റിക് എനർജിക്ക് ഇ എന്നൊരു സിമ്പിൾ എടുത്തോളൂ. സോ എങ്ങനെയാവും നോക്കൂ ഇക്വേഷൻ. ഇ ഈക്വൽസ് എഴുതും കെ ഇൻറ്റു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് കെ അല്ലെ ഇൻറ്റു രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത് എമ്മും വിയും. സോ ഇ ഈക്വൽസ് കെ ഇൻറ്റു എം റൈസ് ടു എക്സ് വി റൈസ് ടു വൈ. മാർക്കറ്റ് ഇക്വേഷൻ നമ്പർ 1. എക്സും വൈയുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കേസിൽ നമ്മൾ ചെയ്തതുപോലെ രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് എടുക്കാം. ലെഫ്റ്റ് സൈഡിലെ ക്വാണ്ടിറ്റി നോക്കൂ, അത് എനർജിയാണ്. ഡയമെൻഷൻ എന്താ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി കുറെ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ കൊള്ളാം. ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഈക്വൽസ്. റൈറ്റ് സൈഡിലേക്ക് വരും. റൈറ്റ് സൈഡിൽ ആദ്യത്തെ ടേമിന് ഡയമെൻഷൻ ഇല്ല, വിട്ടേക്കൂ. രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ് നോക്കി, എം. സോ എം റൈസ് ടു എക്സ്. അടുത്ത ടേം നോക്ക്, വെലോസിറ്റി ആണ്. ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 ആണ്. സോ എൽ ടി റൈസ് ടു -1 റൈസ് ടു 1. റൈറ്റ് സൈഡ് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഈക്വൽസ് എം റൈസ് ടു എക്സ് എൽ റൈസ് ടു വൈ ടി റൈസ് ടു -5 അല്ലെ. പവർ സെക്യൂട്ട് ചെയ്യും. എമ്മിന്റെ പവർ സെക്യൂട്ട് ചെയ്യും. എക്സ് ഈക്വൽസ് 1. വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എക്സ് ഈക്വൽസ് 1. നെക്സ്റ്റ് വൈ ഈക്വൽസ് 2. ഇനി ടിയുടെ പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് വി ഹാവ് ഓൺലി 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആൻഡ് വി ഹാവ് ദ വാല്യൂസ് ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ. സോ എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 2. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ രണ്ട് വാല്യൂസും കൂടി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ പറയും. ഇ ഈക്വൽസ് കെ ഇൻറ്റു എം എം റൈസ് ടു 1 അല്ലെ മീൻസ് എം, പിന്നെ വി റൈസ് ടു വൈ വൈ എത്രയാ 2. സോ ഇ ഈക്വൽസ് കെ എം വി സ്ക്വയർ. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്ര വരെ ഡിറൈവ് ചെയ്യാൻ പറ്റും. കെയുടെ വാല്യൂ എക്സ്പെരിമെന്റിലൂടെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ കേസിൽ കെയുടെ വാല്യൂ ഹാഫ് ആണ്. സോ ദ ഇക്വേഷൻ ഫോർ എനർജി ബിക്കംസ് ഇ ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് ഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ? ഇത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ സാറിന് ഇത് സബ്മിറ്റ് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാലോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഡിറൈവ് ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ആ പാർട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. പൊട്ടൻഷ്യൽ എനർജി എന്തിനായിരിക്കും ഡിപെൻഡ് ചെയ്യുക? ഹൈറ്റിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ എനർജിയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ഫാക്ടേഴ്സ് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഒന്ന് ആ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ മാസ്, സോ മാസ് ഓഫ് ദി ഒബ്ജക്ട്. സെക്കൻഡ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഒരു ഫാക്ടർ കൂടിയുണ്ട്, ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി യു ഡിപെൻഡ്സ് ഓൺ എം ജി ആൻഡ് എച്ച്. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് ഇക്വേഷൻ ഫോം ചെയ്യാം. വേരിയബിൾസിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇക്വേഷനിലേക്ക് എത്തും. ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് അറിയാലോ, ഒരു പാർട്ടിക്കൽ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ സെന്ററിലേക്ക് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തിനെയൊക്കെ ആയിരിക്കും ഡിപെൻഡ് ചെയ്യുക? സർക്കുലർ പാത്തിലൂടെ ഒരു ഓബ്ജക്ട് മൂവ് ചെയ്യുന്നു. അവിടെ 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മാസ്, മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. സോ ദീസ് ആർ ദ 3 ഫാക്ടേഴ്സ്: മാസ് ഓഫ് ദി ഓബ്ജക്ട്, റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്ട്. ഇതിനെ മൂന്നിനെയും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് ട്രൈ ടു ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എഴുതു, ക്വസ്റ്റ്യൻ എഴുതു. Derive an expression for the orbital velocity of a planet in terms of gravitational constant g, radius r of the orbit and mass m of the sun. പ്ലാനറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഫാക്ടേഴ്സ് ഗസ് ചെയ്യുന്നത് അത്ര ഈസി ആവില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ആൻഡ് മാസ് ഓഫ് ദ സൺ. ഇതിന് മൂന്നിനെയും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങളുടെ സ്കൂളിലെ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി
നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫിസിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ്. നിങ്ങൾ ഈ ഡയമെൻഷണൽ അനാലിസിസ് ഇത്രയും നന്നായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ അസൈൻമെന്റ് ചെയ്യുക. ഈ അസൈൻമെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കണ്ട ഡയമെൻഷണൽ അനാലിസിസിന് എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ക്ലാസ്സിലെ ഡിസ്കഷനിൽ പല സ്ഥലത്തും ഇതിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു പോയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് നിങ്ങൾ ലിമിറ്റേഷൻസ് ആയിട്ട് ഫീൽ ചെയ്തത് എന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന ഒരു ഹെഡിങ്ങിന്റെ താഴെ നിങ്ങൾക്ക് കിട്ടുന്ന ലിമിറ്റേഷൻസ് ഒക്കെ ഒന്ന് എഴുതിയിരിക്കുക. അതിനുശേഷം ഞാൻ ഒരു പ്രോബ്ലം തരാം. ഈ പ്രോബ്ലം കൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഇത് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൂടി, നമ്മൾ ഇപ്പോഴേ അതൊന്ന് ശീലിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഈ പ്രോബ്ലം ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ സ്കൂളിലെ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ കൂടി എഴുതുക ആദ്യം. In the relation P equals alpha by beta into e raised to minus alpha z by k theta, the dimensional formula of beta is, within bracket you write, P represents pressure, Z distance, K Boltzmann constant, theta temperature. I will give you 4 options. Option A, m raised to 0, L square, T raised to 0. Option B, m, L square, T. Option C, m, L raised to 0, T raised to minus 1. Option D, m raised to 0, L square, T raised to minus 1. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് എന്നും ടെമ്പറേച്ചർ എന്നും ഒക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇ റൈസ് ടു മൈനസ് ആൽഫ ഇസഡ് ബൈ കെ തീറ്റ എന്നൊരു ടേം വന്നിട്ടുണ്ട്. അതൊരു എക്സ്പോണൻഷ്യൽ ടേമാണ്. എക്സ്പോണൻഷ്യൽ ടേംസ് എല്ലായ്പ്പോഴും ഡയമെൻഷൻലെസ് ആയിരിക്കും. അപ്പോൾ ഈ റൈസ് ടു എന്ന് പറഞ്ഞൊരു ടേം കണ്ടില്ലേ അവിടെ, ആ ടേമിന് ഡയമെൻഷൻസ് ഉണ്ടാവില്ല. നമുക്കറിയാം ഡയമെൻഷൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 0 ആണെന്നല്ല, അതിന്റെ ഡയമെൻഷൻസ് 1 ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? ആൽഫ ഇസഡിന്റെ ഡയമെൻഷൻ ആണ് കെ തീറ്റയുടെ ഡയമെൻഷൻ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഈ ഐഡിയ ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ശ്രമിച്ചു നോക്കുക ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. വളരെ നന്നായി ഈ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കും. ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഡയമെൻഷൻ അനാലിസിസ് എന്ന പാർട്ട് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ